അപ്പോൾ ഞാൻ ഓയിൽ മസാജ് ചെയ്യാനായിട്ടിരിക്കുവാണ്. ആഷ്മിയാണ് എനിക്ക് ഇന്ന് ഓയിൽ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ആഷ്മി, നമ്മൾ മാസത്തിൽ എത്ര തവണ ഓയിൽ മസാജ് ചെയ്യണം? മന്ത്ലി വൺസ്, മാക്സിമം എவ்வளவு വേണാലും എടുக்கலாம். മന്ത്ലി 2 ടൈംസ് ബെറ്റർ. മന്ത്ലി, അതായത് ആഷ്മി തമിഴാണ് കേട്ടോ. മാസത്തിൽ 2 തവണ നമ്മൾ ഓയിൽ മസാജ് ചെയ്യണമെന്നാണ് ആഷ്മി പറയുന്നത്. ഇനി നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ആഷ്മി? ஆயில் மசாஜ் வந்து ஃபர்ஸ்ட் ஆஃப் ஆல் நம்மளோட பாடி ஹீட்டை ரெடியூஸ் பண்ணும். நெக்ஸ்ட் திங் நம்ம மசாஜ் பண்ணும்போது ஃபிங்கரால மசாஜ் பண்ணும்போது அங்கே ஸ்கேல்ப்ல டச் ஆகுது, ஸ்கின்ல டச் ஆகுது. நம்ம ஓனா பண்ணும்போது அதில் ரிலாக்ஸேஷன் குறைவாக இருக்கும். இதே மற்றவங்க தெரப்பீஸ் பண்ணும்போது ஒரு நல்ல ரிலாக்ஸேஷன் கிடைக்கும். அந்த ப்ரெஷர் பாயிண்ட் கரெக்டான இடத்துல நாங்கள் ப்ரெஸ் பண்ணுறதுனால உங்களுக்கு பிளட் சர்க்குலேஷன் இன்க்ரீஸ் ஆகி ஹேர் ஃபால் ரெடியூஸ் பண்ணும். വേറെ என்ன പ്രോബ്ലം இருந்தாலும் கொஞ்சம் கொஞ்சமாக അത് ഡേ ബൈ ഡേ കൺട്രോൾ ആകും. അപ്പോൾ ആഷ്മി പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗറിൻ്റെ ഒരു പ്രഷറുണ്ട്, അത് നമുക്ക് അത്ര അങ്ങോട്ട് അത് ഓക്കെ ആവത്തില്ല. പക്ഷെ മറ്റൊരാൾ നമുക്ക് ചെയ്യുവാണെങ്കിൽ ആ പ്രഷർ നമുക്ക് കറക്റ്റായിട്ട് വരികയും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും അതുകൊണ്ട് നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുകയും പിന്നെ അതുപോലെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ആഷ്മി പറയുന്നത് അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ബെനിഫിറ്റ്സ് ആഷ്മി? நெக்ஸ்ட் இதில் புல்லிங் மசாஜ் இருக்கு. கொஞ்சம் லவுடாக ஒரு இதில் மசாஜ் ஸ்டெப்பில் இது ஒரு ஸ்டெப் லைக் புல்லிங் மசாஜ்னு இதுக்கு பேர். ஹேரை ஜஸ்ட் இப்படி நம்ம ரோல் பண்ணி இப்படி புல் பண்ணும்போது ஸ்கேல்ப்லி டெட் ஆகி கீழே ஃபால் ஆகாமல் ஸ்கேல்ப்லி அப்படியே ஸ்டிக் ஆகி இருக்கும். அது நம்ம புல்லிங் மசாஜ் பண்ணும்போது லைட்டாக அது ரிமூவ் ஆகும். அப்போ என்ன பண்ணணும்னா அங்கேருந்து நியூ க்ரோத் வந்து நமக்கு திரும்ப கிடைக்கும். அவங்க അതായത് ആഷ്മി പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കാൽപ്പിൽ, അതായത് മുടി പൊഴിയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഈ പൊഴിഞ്ഞു പോകുന്ന മുടികൾ ചിലപ്പോൾ നമുക്ക് പുറത്ത് പോകാതെ ഈ നമ്മുടെ ക്യൂട്ടിക്കിൾസിൽ തന്നെ ഇരിക്കും. അതായത് അത് താഴേക്ക് വീഴുന്നില്ല, പകരം നമ്മുടെ ഇത് ഡെഡായിട്ട് നമ്മുടെ ഈ ഇതിൽ തന്നെ, അതായത് നമ്മുടെ ക്യൂട്ടിക്കിൾസിൽ തന്നെ ഇരിക്കും. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ന്യൂ ഗ്രോത്തിന് വരാനുള്ള ഒരു തടസ്സം ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് ഈ മസാജ് ചെയ്യുമ്പോൾ ഈ പൊഴിഞ്ഞു പോയ ഈ ഡെഡായിട്ടുള്ള മുടികൾ പുറത്തേക്ക് പോവുകയും ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആവാൻ സഹായിക്കുകയും ഒപ്പം തന്നെ നമുക്ക് ഈ അടുത്ത ന്യൂ ഗ്രോത്തിന് വരാനായിട്ട് സഹായിക്കുമെന്നാണ് ആഷ്മി പറയുന്നത് അല്ലേ? പിന്നെ വേറെ ഇനി അടുത്ത എന്താ ബെനിഫിറ്റ്? அப்புறம் ஸ்ட்ரெஸ்னால நமக்கு இங்கே ஜஸ்ட் பெயின் இருக்கும், ஃபோர்ஹெட் பெயின், லைக் இந்த இடத்துல பெயின் இருக்கும், இங்கே பெயின் இருக்கும். இதெல்லாம் வந்து நமக்கு ஸ்ட்ரெஸ்னால வர பெயின். ஸோ நம்ம அப்போ ப்ராப்பராக மசாஜ் பண்ணும்போது ஃபோர்ஹெட் அண்ட் இங்கே மசாஜ் பண்ணும்போது நமக்கு ஒரு நல்ல ஒரு ஃபீல் கிடைக்கும். ഇപ്പോഴേ എനിക്ക് ഫീൽ കിടച്ചിരിക്ക്. അതായത് ആഷ്മി പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെസ്സ് കൊണ്ടിട്ട് നമുക്ക് തലയുടെ, അതായത് ഫോർഹെഡ് ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടാകും. അപ്പം നമ്മളൊരു ഹെഡ് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പെയിനൊക്കെ റിലീഫ് ആവുമെന്നാണ് ആഷ്മി പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു പെയിൻ റിലീഫ് അതുപോലെ തന്നെ സ്ട്രെസ് റിലീഫും കൂടെയാണ് ഓയിൽ മസാജ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ആഷ്മി? ஆஃப்டர் ஆயில் மசாஜ் பண்ணிட்டு நம்ம ஹெட் ஸ்டீம் பண்ணிட்டு ஹேர் வாஷ் பண்ணும்போது நமக்கு இங்கே ஸ்கேல்பில் இருக்கிற சில டஸ்ட் பார்ட்டிகல்ஸ் எல்லாமே நமக்கு வந்து ரிமூவ் ஆகும். நேச்சுரலாக நமக்கு ரிமூவ் ஆகும், டெட் ஸ்கின்ஸ் வரும் நமக்கு. ஸோ அது நல்ல ஒரு வாஷ் பண்ணும்போது டீப் க்ளீன் கிடைக்கும், டீப் கிளென்ஸ் கிடைக்கும் நமக்கு. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതും ഒരു ഭയങ്കര പോയിന്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ഓയിൽ മസാജ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം പൊഴിഞ്ഞിട്ട് നമ്മുടെ സ്കാൽപ്പിൽ തന്നെ ഇരിക്കും എന്നാണ് ആഷ്മി പറയുന്നത്. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഡീപ്പ് ക്ലെൻസ് വാഷ് അല്ലേ, നമ്മൾ ഡീപ്പായിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഡെഡ് സെൽസിനെ കൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഡെഡ് സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് അവിടെ ഇരുന്നിട്ട് നമുക്ക് ഡാൻഡ്രഫായിട്ട് വരുന്നത് അല്ലേ ആഷ്മി? ഡാൻഡ്രഫായിട്ട് തോന്നുക, ചില ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് സ്കാൽപ്പും കൂടി നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് മന്ത്ലി ഒരു ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? நம்ம ஆயில் மசாஜ் பண்ணும்போது நம்மளோட பாடி டெம்பரேச்சர் இங்கே ஆயில் மசாஜ் பண்ணும்போது நமக்கு பாடியில் இருக்க ஃபுல் டெம்பரேச்சர் ரெடியூஸ் ஆகும். அதுக்கப்புறம் ஆயில் மசாஜ் பண்ணுறதுனால ஹேரில் வந்து அந்த ட்ரைனஸ் போய் ஒரு மாய்ஸ்சரைசிங் ஃபீல் கிடைக்கும். ஓகே, இது நமக்கு வந்து ஹேர் ப்ரோக்கன் ஆகாமல் இந்த பாதியில் இப்படி எண்டு கட் ஆகாமல் நமக்கு ஃபுல்லாக நல்ல ஃபுல் டீப் மாய்ஸ்சரைசிங் கிடைக்கிறதுனால ஹேர் பிரேக்கேஜ் இருக்காது.
ഓക്കെ, അപ്പോൾ തമിഴ് നമുക്ക് ഒരുപാട് മലയാളികൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. അപ്പോൾ അശ്മി പറഞ്ഞ എന്താണ്, നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് ഓയിൽ മസാജ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ ഫീൽ ഉള്ളത് കാരണം നമ്മുടെ മുടി ബ്രേക്ക് ചെയ്ത് പോകുന്നത് ഒഴിവാക്കാനായിട്ടും ഈ ഒരു ഓയിൽ മസാജ് ഒത്തിരി സഹായിക്കും അല്ലേ. അപ്പോൾ ആഷ്മി ഒരു 2-3 നല്ല സ്റ്റെപ്പ്, അതായത് ഒത്തിരി ഒരു നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു നല്ല 2-3 സ്റ്റെപ്പുകൾ കൂടി ആഷ്മിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ശരിയാണ് കേട്ടോ, ഭയങ്കര ഒരു റിലാക്സേഷനാണ്, ഭയങ്കരമായിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവും. ഈ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഭയങ്കര റിലാക്സേഷൻ നമുക്ക് കിട്ടും. കാരണം അവർ ഈ നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഭാഗത്തും ഷോൾഡറിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല മസാജ് നമുക്ക് കിട്ടും. ആ ഒരു മസാജ് ഭയങ്കര ഒരു റിലീഫാണ്. പ്രത്യേകിച്ച് നമ്മൾ വർക്കിംഗ് വുമൻസൊക്കെ ആണെങ്കിൽ അവർക്കൊരു മന്ത്ലി ഒരു 2 times ഒക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനൊരു നല്ല ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ആഷ്മി നന്നായിട്ട് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും മന്ത്ലി ഒരു 2 times ഒക്കെ ഓയിൽ മസാജ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ഓയിൽ മസാജിൻ്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ആഷ്മി നമുക്ക് തമിഴിലും ഞാൻ നിങ്ങൾക്ക് മലയാളത്തിലും അത് പറഞ്ഞു തന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആഷ്മി, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ മസാജൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഹെയർ വാഷാണ്. ഈ ഓയിലൊക്കെ എനിക്കിങ്ങനെ ഓയിൽ പൊതുവേ തലയിലിങ്ങനെ സ്കാൽപ്പിലുള്ളത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നന്നായിട്ട് എനിക്ക് ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ചെയ്ത് അതെല്ലാം കഴുകി കളയുന്നുണ്ട്. നമ്മുടെ ഓയിൽ പിടിക്കേണ്ടതെല്ലാം പിടിച്ചു കഴിഞ്ഞല്ലോ, മോയ്സ്ചർ ഒരു മുടിയിലെല്ലാം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. ഹെയർ വാഷ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഷാമ്പൂ കണ്ടീഷണർ അത്രയും നല്ലതായിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഒരു പ്രൊഫഷണൽ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറും മൈന്യൂട്ടായിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യുക. അതാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നല്ല റിലാക്സ് ആയി കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു, ഓയിൽ മസാജൊക്കെ കഴിഞ്ഞു. ഇതാണിപ്പോൾ എൻ്റെ ഒരു ഹെയറിൻ്റെ അവസ്ഥ. നല്ലതായിട്ടുണ്ട്, നല്ല സ്മൂത്തും ആയിട്ടുണ്ട്. നമ്മൾ സ്പാ ചെയ്യുന്ന അതേ ഫീൽ തന്നെയാണ്. പിന്നെന്താ, അത് നല്ല റിലാക്സ്ഡുമായി ഞാൻ. അപ്പോൾ മൊത്തത്തിലെല്ലാം ആയിട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാസത്തിൽ ഇതുപോലെ തന്നെ ഒരു 1-2 തവണയൊക്കെ ഇതുപോലെ ഹെയർ ഓയിൽ മസാജ്, സ്പായും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഓയിൽ മസാജിൻ്റെ വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണാം കേട്ടോ.